നമസ്തേ, ജനക്ഷേമത്തിലേക്ക് സ്വാഗതം. രാജ്യത്തെ തൊഴിലില്ലായ്മയ്ക്ക് പരിഹാരമായി കേന്ദ്ര സർക്കാർ ഒട്ടേറെ തൊഴിൽ നൈപുണ്യ പദ്ധതികൾ വിജയകരമായി നടപ്പിലാക്കി വരുന്നു. കേന്ദ്ര തൊഴിൽ നൈപുണ്യ സംരംഭകത്വ വികസന മന്ത്രാലയത്തിന്റെ കീഴിൽ നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ നടത്തിവരുന്ന ആരോഗ്യമേഖലയിലെ വിവിധ കോഴ്സുകളുടെ വിശദ വിവരങ്ങളാണ് ഇത്തവണ ജനക്ഷേമത്തിൽ. देश भर में नेशनल स्किल ट्रेनिंग इंस्टीट्यूट्स, इंडियन इंस्टीट्यूट ऑफ स्किल्स और हजारों स्किल डेवलपमेंट सेंटर्स भी खोले गए हैं. स्कूल स्तर पर स्किल डेवलपमेंट को बढ़ावा देने के लिए सरकार 5,000 से ज्यादा स्किल हब्स भी खोलने जा रही है. കേന്ദ്ര തൊഴിൽ നൈപുണ്യ വികസന മന്ത്രാലയത്തിന് കീഴിലുള്ള NSDC നാഷണൽ സ്കിൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ ഫണ്ടഡ് ട്രെയിനിങ് പാർട്ട്നേഴ്സ് കൂടിയാണ് ട്രാൻസോ സൊല്യൂഷൻസ്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തൊഴിൽദാന പദ്ധതികളായിട്ടുള്ള DDU-GKY, PMKVY തുടങ്ങിയ പദ്ധതികളും ട്രാൻസോസ് നടത്തിവരുന്നു. നാഷണൽ സ്കിൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ കീഴിൽ നടത്തിവരുന്ന കോഴ്സുകളെക്കുറിച്ച് പറയുകയാണെങ്കിൽ മെഡിക്കൽ കോഡിംഗ്, മെഡിക്കൽ സ്ക്രൈബിംഗ്, മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷൻ, ഓസ്ട്രേലിയൻ മെഡിക്കൽ കോഡിംഗ്, ഇന്റർനാഷണൽ ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയവയാണ് ഹെൽത്ത് കെയർ സെക്ടറിൽ വരുന്ന കോഴ്സുകൾ. അതുപോലെ തന്നെ IT സെക്ടറിൽ ഇന്റർനാഷണൽ ഡിപ്ലോമ ഇൻ AI എനേബിൾഡ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് കൂടി ട്രാൻസോസ് ചെയ്തു വരുന്നു. +2 മുതൽ PG വരെ പഠിച്ചിട്ടുള്ള ഏതൊരു വിദ്യാർത്ഥികൾക്കും ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം കോഴ്സുകളിൽ ചേർന്ന് പഠിക്കാവുന്നതാണ്. ഇത് മെഡിക്കൽ റിലേറ്റഡ് കോഴ്സാണ്. പക്ഷേ ഇതിന് മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ട് ആവശ്യവുമില്ല ഈ കോഴ്സ് ചെയ്യാനായിട്ട്. അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇത് മെഡിക്കൽ, ഇംഗ്ലീഷ് രണ്ടിൻ്റെയും കൂടിയുള്ളൊരു കോമ്പിനേഷനാണ് മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷൻ. ഇത് 6 months ഇതിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ അടിസ്ഥാന യോഗ്യത എന്ന് പറയുന്നത് +2 ആണ്. പക്ഷേ +2കാർ മാത്രമല്ല ഈ കോഴ്സ് ഗ്രാജുവേറ്റ്സ് ചെയ്യുന്നുണ്ട്, ഡോക്ടേഴ്സ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ ഒരു പല റേഞ്ചിലുള്ളവർ ഈ കോഴ്സ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ മിനിമം ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് +2 ആണ്. നിങ്ങൾ ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഡോക്ടറുടെ അടുത്ത് ഒരു സ്റ്റാഫ് ഇരുന്ന് ഡോക്ടർ പറയുന്ന കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യുന്നത്. അത് മറ്റാരുമല്ല, മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷനിസ്റ്റാണ്. അവിടെ നിങ്ങൾക്ക് സെക്രട്ടറി ടു ദി ഡോക്ടർ ആവാം, നിങ്ങൾക്ക് മെഡിക്കൽ റെക്കോർഡ് സ്പെഷ്യലിസ്റ്റ് ആവാം, മെഡിക്കൽ ഡോക്യുമെൻറ്റേഷൻ സ്പെഷ്യലിസ്റ്റ് ആവാം. അങ്ങനെ പല വെറൈറ്റി ഓഫ് ജോബ്സ്, അതായത് നോൺ ക്ലിനിക്കൽ ജോബ്സിൽ നിങ്ങൾക്ക് വളരെയധികം പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സാണ്. ഈ ജോലി കൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ: ഡോക്ടർ പറയുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കി ഒരു റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യുക. അതാണ് ട്രാൻസ്ക്രിപ്ഷൻ. അത് നിങ്ങളിപ്പോൾ ഒരു ഹെൽത്ത് BPO ഫോം ഫോറിനിലുള്ളൊരു കമ്പനിക്കാണെങ്കിൽ നിങ്ങൾ ഹെഡ്ഫോൺസ് വഴി കേട്ടിട്ടായിരിക്കും അത് ചെയ്യേണ്ടി വരുന്നത്. അതേസമയം നമ്മുടെ നാട്ടിലുള്ള ഹോസ്പിറ്റൽസോ സ്കാനിങ് സെൻറ്റേഴ്സോ ആണെങ്കിൽ നിങ്ങൾ ആ ഡോക്ടർ പറയുന്ന കാര്യങ്ങൾ ഇൻ പേഴ്സൺ ട്രാൻസ്ക്രൈബ് എന്ന് ഉദ്ദേശിക്കുന്നത് കമ്പ്യൂട്ടറിൽ കറക്റ്റായിട്ട് ആ സോഫ്റ്റ്വെയറിൽ ഫീഡ് ചെയ്യുക. അതിനാവശ്യമുള്ള കാര്യങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മെഡിക്കൽ നോളജും ഇംഗ്ലീഷ് നോളജും കൂടാതെ ടൈപ്പിംഗ്. നിങ്ങൾക്ക് ഈ 6 months നിങ്ങൾക്ക് കിട്ടുന്ന ട്രെയിനിങ് എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ നിങ്ങളുടെ ട്രെയിനിങ് ഉണ്ടാവും. ഇംഗ്ലീഷ്, പിന്നെ കോംപ്രിഹെൻഷൻ, എങ്ങനെ വാക്കുകൾ മനസ്സിലാക്കണം, പിന്നെ ലാംഗ്വേജ് ഓഫ് മെഡിസിൻ, അതിൽ ട്രെയിനിങ് ഉണ്ടാവും. പിന്നെ ഓഡിയോ ഫയൽസ് എന്നുവെച്ചാൽ ഡോക്ടർ ഇപ്പോൾ നിങ്ങൾ ഇൻ പേഴ്സൺ ആയിരിക്കും ചിലപ്പോൾ ഡോക്ടർ, അപ്പോൾ നമുക്ക് ഓഡിയോ ഫയൽസ് ഫോറിനിലുള്ള BPO കമ്പനി, ഹെൽത്ത് BPO അങ്ങനെയൊക്കെയുള്ള കമ്പനീസിലാണ് വർക്ക് ചെയ്യേണ്ടി വരുന്നതെങ്കിൽ നിങ്ങൾ അവരുടെ ആ ഒരു ഡോക്ടേഴ്സിൻ്റെ ആ ഒരു ഡിക്റ്റേഷൻ എന്ന് പറയും, ഒരു ഓഡിയോ ടേപ്പിന്, അത് നിങ്ങൾ ഹെഡ്ഫോൺസ് വെച്ച് കേട്ട് ടൈപ്പ് ചെയ്യണം. അതിന് ഞങ്ങളതിൽ മോർ ദാൻ 200 ഓഡിയോ ഫയൽസ് തന്നെയുണ്ട്. അപ്പം നിങ്ങൾക്കിവിടെ ഒരു കോംപ്രിഹെൻസീവ് മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷൻ ട്രെയിനിങ് ആയിരിക്കും. പിന്നെ ട്രെയിനിങ് മാത്രമല്ല, നിങ്ങളെ ജോബ് റെഡി ആക്കാൻ വേണ്ടി ഞങ്ങൾ സോഫ്റ്റ് സ്കിൽസിലും
ഞങ്ങൾ ട്രെയിനിങ് തരുന്നുണ്ട്. മെയിൻ കോഴ്സ് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇൻ ഓർഡർ ടു മേക്ക് യു ജോബ് റെഡി, ഇൻഡസ്ട്രി റെഡി. അതായത് ഞങ്ങളുടെ ഈ കോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഇവിടുന്ന് പഠിച്ചിട്ട് പോകുമ്പോൾ നിങ്ങൾ ഇൻഡസ്ട്രിയിൽ പോയി പിന്നെയും ഒരിക്കൽ കൂടി റീലേൺ ചെയ്യേണ്ടി വരരുത്. നിങ്ങൾ ഒരു സ്ഥലത്ത് പോകുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ യു ഷുഡ് ബി ഏബിൾ ടു കോൺട്രിബ്യൂട്ട് ടു ദി വർക്ക് ഫ്ലോ ഓവർ ദെയർ. അതുകൊണ്ട് നിങ്ങളൊരു ഇൻഡസ്ട്രി റെഡിയാക്കിയായിരിക്കും നിങ്ങൾ ഇവിടുന്ന് കോഴ്സ് കഴിയുമ്പോൾ പോകുന്നത്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തൊഴിൽ നൈപുണ്യ വികസന മന്ത്രാലയത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന നാഷണൽ സ്കിൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ ട്രെയിനിങ് പാർട്ട്ണറാണ് ട്രാൻസോസ്. അതുകൊണ്ട് തന്നെ ട്രാൻസോസിൽ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും NSDCയുടെ സർട്ടിഫിക്കറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് ഇന്ത്യയിലും വിദേശത്തും ഒരുപോലെ അംഗീകൃതമാണ്. കൂടാതെ തന്നെ എംബസി അറ്റസ്റ്റേഷൻ ചെയ്യാൻ പറ്റുന്നതുമാണ്. UGC അക്രഡിറ്റഡ് സ്കിൽ യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റുകളാണ് ട്രാൻസോസ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മുടെ ഹെൽത്ത് കെയർ കോഴ്സുകൾക്ക് ഇൻ്റർനാഷണൽ സർട്ടിഫിക്കറ്റുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷൻ ഇന്ന് ധാരാളം തൊഴിലവസരങ്ങളുള്ള ഒരു കോഴ്സാണ്. ഇത് ഇന്ത്യയിൽ മാത്രമല്ല വിദേശത്തും ഇതിന് ഒരുപാട് അവസരങ്ങളുണ്ട്. UK, കാനഡ, USA അങ്ങനെയുള്ള കൺട്രീസിൽ ഇവിടെ മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷൻ ചെയ്തവർ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ എടുത്ത് പറയേണ്ട ഒരു കൺട്രിയാണ് ഗൾഫ് റീജിയൻ, മിഡിൽ ഈസ്റ്റ്. അവിടെയുള്ള മിക്ക ഹോസ്പിറ്റലിലും മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷനിസ്റ്റ് ഉണ്ട്. അവിടെ ഹോസ്പിറ്റൽ റിലേറ്റഡ് വർക്ക് ചെയ്തവർക്ക് അറിയാമായിരിക്കും. പിന്നെ ഇതിൻ്റെ തൊഴിലവസരങ്ങൾ വിദേശത്ത് മാത്രമല്ല നമ്മുടെ നാട്ടിലുമുണ്ട്. നാട്ടിലെ ഹോസ്പിറ്റൽസ്, സ്കാനിങ് സെൻറ്റേഴ്സ് അവിടെയും എല്ലാം മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷന് ആവശ്യമുണ്ട്. മെഡിക്കൽ സ്ക്രൈബിംഗ്. എന്താണ് മെഡിക്കൽ സ്ക്രൈബിംഗ്? മെഡിക്കൽ സ്ക്രൈബിംഗ് എന്ന് പറയുന്നത് ഒരു ഡോക്ടർ പേഷ്യൻ്റ് കോൺവെർസേഷൻ ഡ്യൂറിങ് ഹോസ്പിറ്റൽ അപ്പോയിൻമെൻറ്റിൽ ഒരു തേർഡ് പാർട്ടി ഡോക്യുമെൻ്റ് ചെയ്യുന്നതാണ്. ഈ ഡോക്യുമെൻറ്റേഷൻ HPI ഫോർമാറ്റിലായിരിക്കും ചെയ്യുന്നത്. മെഡിക്കൽ സ്ക്രൈബിംഗ് ഒരു 6 month ഡ്യൂറേഷൻ കോഴ്സാണ്. ഇതിൽ നമ്മൾ ഡിഫറെൻറ്റ് സബ്ജക്ട്സ് സച്ച് ആസ് അനാറ്റമി, ഇംഗ്ലീഷ്, സ്ക്രൈബിംഗ് എസെൻഷ്യൽ ആൻഡ് ടൈപ്പിംഗ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഈ 6 month ഡ്യൂറേഷന് സ്റ്റുഡൻസിനെ മെഡിക്കൽ സ്ക്രൈബ് ഫീൽഡിൽ വർക്ക് ചെയ്യാൻ എഫിഷ്യൻ്റ് ആക്കുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള അജണ്ട. ഇതിൽ തന്നെ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടും ഇൻഡസ്ട്രിയൽ എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള ഫാക്കൽറ്റീസാണ് വർക്ക് ചെയ്യുന്നത്. ഇംഗ്ലീഷ് എടുക്കുന്നത് OET IELTS ട്രെയിനേഴ്സും, അനാറ്റമി എടുക്കുന്നത് ഡോക്ടേഴ്സും, ഓരോ സബ്ജക്റ്റും അതായത് പ്രൊഫഷണൽസാണ് കൈകാര്യം ചെയ്യുന്നത്. IT മേഖലയിലും ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയിലും വർക്ക് ചെയ്യാൻ ആഗ്രഹമുള്ള ഏതൊരാൾക്കും മെഡിക്കൽ സ്ക്രൈബിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. മെഡിക്കൽ സ്ക്രൈബിംഗ് ഒരു നൈറ്റ് ഷിഫ്റ്റ് ജോബാണ്. ഇത് റിമോട്ട്ലിയും വർക്ക് ഫ്രം ഓഫീസും നമുക്ക് ചെയ്യാവുന്നതാണ്. മെഡിക്കൽ സ്ക്രൈബിംഗ് പഠിക്കുന്നതിലൂടെ കാൻഡിഡേറ്റ്സിന് സ്ക്രൈബറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. മാത്രമല്ല മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷനിസ്റ്റ് ആൻഡ് ഡോക്യുമെൻറ്റ് സ്പെഷ്യലിസ്റ്റ് ഇതുപോലെ മറ്റനവധി മേഖലകളിൽ ഇതിൽ ജോബ് അവസരങ്ങൾ ഉണ്ടാകുന്നതാണ്. നേരത്തെ മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷൻ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അതിനുശേഷമാണ് ഈ കോഴ്സിനെ പറ്റി അറിഞ്ഞത്. അങ്ങനെ ഒന്ന് കരിയർ ഗ്രോത്തിന് വേണ്ടി മെഡിക്കൽ സ്ക്രൈബിംഗ് തിരഞ്ഞെടുത്തതാണ്. ട്രാൻസ്ക്രിപ്ഷനും സ്ക്രൈബിങ്ങും തമ്മിൽ വലിയ വ്യത്യാസമില്ല. ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് ഡോക്ടർ പറയുന്ന നമ്മൾ ടൈപ്പ് ചെയ്തങ്ങ് വയ്ക്കുക. ഇത് അങ്ങനെയല്ല. ഇത് ഡോക്ടർ പേഷ്യൻ്റ് തമ്മിലുള്ള കോൺവെർസേഷൻ നമ്മൾ ഡോക്യുമെൻ്റ് രീതിയിലാക്കണം. അതാണ് സ്ക്രൈബിംഗ്. ഞാൻ BSc സൈക്കോളജി കഴിഞ്ഞ് ഒരു മെഡിക്കൽ സർട്ടിഫിക്കേഷൻ കോഴ്സിന് വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് മെഡിക്കൽ സ്ക്രൈബിംഗ് കോഴ്സ് അറിയുന്നത്. ഇപ്പോൾ കോഴ്സ് 4 മാസമായി. ടോട്ടൽ 6 മാസത്തെ കോഴ്സാണ്. ഈ കോഴ്സ് എല്ലാവർക്കും പറ്റുന്നൊരു കോഴ്സാണ്. +2 കഴിഞ്ഞ് എല്ലാവർക്കും ഇത് ചേരാവുന്നതാണ്. ഞാൻ ഈ കോഴ്സിന് ചേർന്നിട്ട് 4 മാസമായി. ഈ 4 മാസത്തിനിടയിൽ എനിക്ക് നല്ലൊരു ടൈപ്പിംഗ് സ്പീഡ് വന്നു. എനിക്ക് മെഡിക്കൽ ടെർമിനോളജീസ് ആൻഡ് ബേസിക് അനാറ്റമി അത്യാവശ്യം നല്ലൊരു സ്കിൽ വന്നിട്ടുണ്ട്. പിന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജിലും നല്ലൊരു മാറ്റം വന്നിട്ടുണ്ട്. നാഷണൽ സ്കിൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഈ കോഴ്സുകൾ പഠിച്ചാൽ നമുക്ക് നല്ല നല്ല തൊഴിലവസരങ്ങൾ ലഭിക്കും. മെഡിക്കൽ സ്ക്രൈബിംഗ് ജോയിൻ ചെയ്യാനുള്ള ബേസിക് ക്വാളിഫിക്കേഷൻ +2 ആണ്. അപ്പോൾ നമ്മൾ ഈ 6 month ഡ്യൂറേഷനിൽ ഫസ്റ്റ് ബിഗിനിങ് ലെവലുണ്ട്, ഇൻ്റർമീഡിയറ്റ് ലെവലുണ്ട്, അഡ്വാൻസ് ലെവലുണ്ട്. ബിഗിനിങ് ലെവൽ 1 കംപ്ലീറ്റ്ലി ഗ്രാമറാണ്. നൗൺ മുതൽക്ക് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങൾ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ലെവൽ 2 വരുമ്പോഴത്തേക്ക് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്, ബോഡി ലാംഗ്വേജ്, അതിൻ്റെ കറക്ഷൻ, എങ്ങനെ കോൺഫിഡൻ്റ് ആയിട്ട്
ഇൻ്റർവ്യൂവറിനെ നമുക്ക് ഫേസ് ചെയ്യാം. അതുപോലുള്ള പേഴ്സണാലിറ്റി ആൻഡ് സോഫ്റ്റ് സ്കിൽ ഡെവലപ്മെൻറ്റാണ് വരുന്നത്. ലെവൽ 3 ആകുമ്പോഴേക്കും അത് അഡ്വാൻസ് ലെവലായി കഴിഞ്ഞു. അവിടെ തന്നെ CV പ്രിപ്പറേഷൻ, സെൽഫ് ഇൻട്രൊഡക്ഷൻ, ഇൻ്റർവ്യൂ എങ്ങനെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാം, ഇതെല്ലാം തന്നെ നമ്മളെ കരിക്കുലത്തിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നു. മെഡിക്കൽ സ്ക്രൈബിങ്ങിൽ ഒട്ടനവധി തൊഴിലവസരങ്ങളുണ്ട്. അതിൽ നമ്മൾ വർക്ക് ഫ്രം ഹോം ആയിട്ടും അല്ലാതെ വർക്ക് ഫ്രം ഓഫീസായിട്ടും നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമുക്ക് സയൻസ് പോലത്തെ കമ്പനിയിൽ കംപ്ലീറ്റ്ലി അത് വർക്ക് ഫ്രം ഹോം ആണ്. ഒരു ഇൻറ്റേൺഷിപ്പിലൂടെ നിങ്ങൾ അതിലോട്ട് പ്ലേസ്മെൻറ്റിലോട്ട് കടക്കുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഓക്മെറ്റിക്സ് എന്ന് പറഞ്ഞ കമ്പനിയിലാണെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾക്ക് പ്ലേസ്മെൻ്റ് ആണ് കൊടുക്കുന്നത്. പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് സെഷൻസാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ക്ലാസ് റൂം ട്രെയിനിങ്, ഓൺലൈൻ ട്രെയിനിങ്, റെക്കോർഡഡ് സെഷൻ ആൻഡ് നൈറ്റ് ക്ലാസ്സസ് ആണ് ഇവിടെ നടത്തി വരാറുള്ളത്. മാത്രമല്ല കസ്റ്റമൈസ്ഡ് ആൻഡ് ആഡ് ഓൺ പ്രോഗ്രാംസും നമ്മൾ നടത്തുന്നുണ്ട്. വർക്കിംഗ് പ്രൊഫഷണൽസ് ആൻഡ് സ്റ്റുഡൻസിന് നമ്മുടെ ഈ പ്രോഗ്രാം പരമാവധി അവരുടെ ക്ലാസ്സസോ അല്ലെങ്കിൽ ജോബോ കളയാണ്ട് തന്നെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നതാണ്. കാരണം നമ്മുടെ നൈറ്റ് ബാച്ചസ് അവർ ഓപ്റ്റ് ചെയ്യുന്നതോടൊപ്പം ഈ കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കാൻ സാധിക്കുന്നു. ഭാരതത്തിലും വിദേശങ്ങളിലും ധാരാളം തൊഴിലവസരങ്ങളുള്ള മെഡിക്കൽ കോഡിംഗ് ഉൾപ്പെടെയുള്ള വിവിധ തൊഴിലുകളിൽ NSDC അംഗീകൃത കേന്ദ്രങ്ങൾ വഴി പരിശീലനം നൽകി വരുന്നു. കേന്ദ്ര സർക്കാരിൻ്റെ സ്കിൽ ഇന്ത്യ പദ്ധതി പ്രകാരമാണ് രാജ്യവ്യാപകമായി യുവതി യുവാക്കൾക്ക് തൊഴിൽ നൈപുണ്യ പരിശീലനം നൽകി വരുന്നത്. आज देश एक बार फिर स्किल को सम्मान दे रहा है, स्किल डेवलपमेंट पर भी उतना ही जोर दे रहा है. इस सदी को भारत की सदी बनाने के लिए बहुत जरूरी है कि भारत के युवा पढ़ाई के साथ ही स्किल में भी उतने ही दक्ष हो. വെറും 100 ദിവസം കൊണ്ട് ഒരു ഷോർട്ട് ടേം കോഴ്സിലൂടെ നിങ്ങൾക്ക് ഇന്ത്യക്കും വിദേശത്തും ജോലി സാധ്യതയുള്ള ഒരു കരിയർ സെറ്റ് ചെയ്യാൻ പറ്റുമോ? പറ്റും, ഉറപ്പായിട്ടും പറ്റും. അതിനാണ് മെഡിക്കൽ കോഡിംഗ്. എന്താണ് മെഡിക്കൽ കോഡിംഗ്? മെഡിക്കൽ കോഡിങ്ങിൽ അനാറ്റമി, ഡിസീസ് കോഡിംഗ്, പ്രൊസീജിയർ കോഡിംഗ് ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്ത് ഇൻ്റർനാഷണൽ സർട്ടിഫിക്കേഷനോട് കൂടി ഇന്ത്യക്കും വിദേശത്തും പ്രമുഖ MNCകളിൽ നിങ്ങൾക്ക് ഉയർന്ന ശമ്പളത്തോടു കൂടി ജോലി ലഭിക്കുന്നതാണ്. ഡിഗ്രി പൂർത്തിയാക്കിയ ഏതൊരു വിദ്യാർത്ഥിക്കും മെഡിക്കൽ കോഡിങ്ങിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. മെഡിക്കൽ കോഡിംഗ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു ഒരു അസുഖത്തിന് നമ്മളൊരു കേസ് ഷീറ്റ് എടുത്തു കഴിഞ്ഞാൽ ആ കേസ് ഷീറ്റ് മുഴുവനായിട്ട് നമുക്ക് ബില്ലിംഗ് സെക്ഷനിലോ ഇൻഷുറൻസിലേക്ക് കൊടുക്കാനായിട്ട് പറ്റില്ല. അതിന് പകരം നമ്മൾ എന്താ ചെയ്യുക? ചെറിയ കോഡുകളായിട്ട്, ആൽഫ ന്യൂമറിക് കോഡുകളായിട്ട് ഈ അസുഖങ്ങളെ മാറ്റും. എന്നിട്ട് ആ കോഡുകളാണ് നമ്മൾ ഇൻഷുറൻസിലേക്ക് കൊടുക്കുന്നത്. അവർക്ക് എളുപ്പമായി നമുക്ക് ബില്ല് ചെയ്യാനും എളുപ്പമാണ്. ഇവിടെ നമ്മൾ ബേസിക്കായിട്ട് അനാട്ടമി, ഫിസിയോളജി അതിൻ്റെ നോളജ് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ മെഡിക്കൽ കോഡിങ്ങിലേക്കുള്ള നോളജാണ് കൊടുക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മളിവിടെ ടെസ്റ്റുകൾ നടത്തുന്നു. ഇവിടുത്തെ ഫൈനൽ ടെസ്റ്റ് പാസ്സായ കുട്ടികളെ അമേരിക്കയിലുള്ള AAPCയുടെ കീഴിലുള്ള CPC സർട്ടിഫിക്കേഷൻ എടുക്കുകയോ അല്ലെങ്കിൽ അമേരിക്കൻ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള അഹിമ എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൻ്റെ CCS എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റ് എടുക്കാനോ പറ്റും. ഞാൻ BSc ബയോകെമിസ്ട്രി കഴിഞ്ഞിട്ടാണ് ട്രാൻസ്വേഴ്സിൽ ജോയിൻ ചെയ്തത്. മെഡിക്കൽ കോഡിംഗ് കോഴ്സാണ് ചെയ്യുന്നത്. ഇപ്പോൾ 4 മന്തായി. ഞങ്ങളിവിടെ ഡോക്ടർ ഷമീറയുടെ ഗൈഡൻസിലാണ് ഇവിടെ 4 മന്തായിട്ട് മെഡിക്കൽ കോഡിംഗ് പഠിക്കുന്നത്. ഇത് കഴിഞ്ഞതിന് ശേഷം ട്രെയിനിങ്ങോടുകൂടി എക്സാം എഴുതി ജോലിക്ക് വേണ്ടിയിട്ടാണ് ഒരു പ്രൊഫഷണൽ കോഴ്സായിട്ടാണ് ഇത് പ്രാക്ടീസ് ചെയ്യുന്നത്. ജോബ് സ്പെഷ്യാലിറ്റീസ് എന്ന് പറയുന്നത് ഇവിടെ ഇന്ത്യയിലുടനീളം ഒത്തിരി കോഡിംഗ് കമ്പനീസ് ഉണ്ട്. നല്ല ഒരു പ്രോഫിറ്റബിൾ ജോബാണ്. അതായത് ഹൈലി പേയബിൾ ആയിട്ടുള്ള ഒരു ജോബാണ്. ഇവിടെ ഇന്ത്യയിൽ തന്നെ നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരു കോഡറിന് 7 ലക്ഷം മുതൽ 15 ലക്ഷം വരെ ഒരു വർഷം ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഇനിഷ്യൽ സ്റ്റേജിൽ അത് പറ്റില്ല, അവരുടെ എക്സ്പീരിയൻസ് അനുസരിച്ച്. പിന്നെ അത് മാത്രമല്ല, നമുക്ക് ഹോസ്പിറ്റൽസിലും നമുക്ക് കോഡേഴ്സിന് ആവശ്യമുണ്ട്. അത് മാത്രമല്ല ഇൻഷുറൻസിലും നമുക്ക് ആവശ്യമുണ്ട്.
കൂടുതലും ഒരു ഡിഗ്രി വേണം. ഡിഗ്രി ഇവിടെ മസ്റ്റാണ്. ഡിഗ്രിയുള്ള കുട്ടികൾക്ക് മാത്രമേ കോഡിംഗ് പഠിക്കാൻ പറ്റുകയുള്ളൂ. അത് കഴിഞ്ഞിട്ട് അവർക്ക് ഈ കോഡിംഗ് പഠിച്ചതിന് ശേഷം അവർക്ക് ഇഷ്ടപ്പെട്ട ജോബിൽ പോവുക. നമുക്കിവിടെ മാത്രമല്ല, ഈ CPC ഉള്ള കുട്ടികൾക്ക് അല്ലെങ്കിൽ CCS ഉള്ള കുട്ടികൾക്ക് ഈ അറേബ്യൻ കൺട്രീസിലും ഗൾഫ് കൺട്രീസിലും അതുപോലെ അമേരിക്ക പോലെയുള്ള രാജ്യങ്ങളിലും വളരെയധികം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അവർക്ക് അത് മാത്രമല്ല, ഈ നമുക്കിവിടെ കിട്ടുന്നതെന്ന് വെച്ചാൽ കോഡിംഗ് ഓഡിറ്റർ, കോഡിംഗ് മാനേജർ, അതുപോലെ തന്നെ കോഡിംഗ് ആൻഡ് റീഇംബേഴ്സ്മെൻറ്റ് സ്പെഷ്യലിസ്റ്റ്, കോഡിംഗ് ഡയറക്ടർ, അങ്ങനെയുള്ള കോഡിംഗ് ഓഡിറ്റർ പോലെയുള്ള ഹയർ ജോബിലേക്ക് പോകാം. അപ്പോഴവിടെ ഡോളർ കണക്കിനാണ് നമുക്ക് പേയ്മെൻറ്റ് കിട്ടുക. 3 സ്റ്റെപ്പ് വൈസ് ആയിട്ടാണ് നമ്മുടെ ക്ലാസ്സസ്. ഫസ്റ്റ് അനാട്ടമി, ദെൻ ICD, ദെൻ ലാസ്റ്റ് CPT, ദെൻ ഹിപ്പിക്സ് എന്ന് പറഞ്ഞൊരു ടെക്സ്റ്റും കൂടെയുണ്ട്. അങ്ങനെ നമ്മൾ 4 ടെക്സ്റ്റ് കവർ ചെയ്തിട്ടാണ് ഈ ഒരു കോഴ്സിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങുന്നത്. അപ്പം അത്രയും ഐഡിയ അല്ലെങ്കിൽ അത്രയും കോഡിങ്ങിനെ പറ്റി കുറച്ചുകൂടെ എക്സ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള കുറേ പോയിൻറ്റ്സ് നമുക്ക് കിട്ടും. ആൻഡ് പിന്നെ മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ടുള്ള സ്റ്റുഡൻസിനാണെങ്കിൽ കുറച്ച് കൂടുതൽ സ്കോപ്പുള്ളൊരു ഏരിയ ആണ്. ആൻഡ് പിന്നെ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് പ്ലേസ്മെൻറ്റ് ഇവിടെ അസിസ്റ്റ് ചെയ്യുന്നുണ്ട്. ദെൻ ഇൻ്റർവ്യൂസ് ഒക്കെ ഷെഡ്യൂൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ അത്യാവശ്യം സ്കോപ്പുള്ളൊരു ഏരിയ ആണ്. അങ്ങനെ തോന്നിയതുകൊണ്ടാണ് നമ്മളിത് ചൂസ് ചെയ്തത്. ഇറ്റ്സ് ബെറ്റർ ഫോർ ചൂസ്. ഇപ്പോൾ ഒരു മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ടുള്ള സ്റ്റുഡൻറ്റിനാണെങ്കിലും അല്ലാതെ ഒരു സ്റ്റുഡൻറ്റിനാണെങ്കിലും നല്ലൊരു ചൂസ് ചെയ്യാൻ പറ്റിയ ഷോർട്ട് ടൈം കൊണ്ട് പെട്ടെന്ന് പഠിച്ചൊരു കരിയർ ബിൽഡ് ചെയ്യാൻ പറ്റിയൊരു കോഴ്സാണ്. എന്താണ് മെഡിക്കൽ സ്ക്രൈബിംഗ്? ഇപ്പോൾ നോക്കൂ, ഒരു ഹോസ്പിറ്റൽ, പ്രത്യേകിച്ചും ഇത് കൂടുതലുള്ളത് യുഎസ്എയിലെ ഹോസ്പിറ്റൽ, അതായത് അമേരിക്കൻ ഹോസ്പിറ്റൽസിലാണ് മെഡിക്കൽ സ്ക്രൈബിംഗ് ചെയ്യുന്നത്. അതായത് ഒരു വാർഡ് അല്ലെങ്കിൽ ഒരു റൂമിൽ ഒരു പേഷ്യൻ്റ് കിടക്കുമ്പോൾ അവിടെ ഒന്നുകിൽ ഡോക്ടർ അല്ലെങ്കിൽ ഫിസിഷ്യൻ അസിസ്റ്റൻ്റ് അവിടെ ചെല്ലുകയും ആ ഡോക്ടർ ഒരു ഗൂഗിൾ ഗ്ലാസ് എന്ന് പറയുന്ന ഒരു ഗ്ലാസ് വെച്ചിരിക്കും. ഒപ്പം തന്നെ ഈ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡറും ഉണ്ടാവും. അപ്പോൾ പേഷ്യൻറ്റും ഡോക്ടറും തമ്മിലുള്ള ആ സംഭാഷണവും അവരുടെ പ്രവൃത്തിയും ഒരു വീഡിയോ ആയിട്ട് എടുത്തിട്ട് ഈ സ്ക്രൈബിന് അയച്ചു കൊടുക്കും. അതേസമയം തന്നെ പിന്നീടല്ല, അതേസമയം തന്നെ സൈമൾട്ടേനിയസ് ആയിട്ട് തന്നെ ഈ സ്ക്രൈബ് എന്ത് ചെയ്യും? ഈ സ്ക്രൈബ് ഈ ഡോക്ടറും ഈ പേഷ്യൻറ്റും തമ്മിലുള്ള ഈ സംഭാഷണങ്ങളും മറ്റുമൊക്കെ ആ സ്ക്രൈബിൻ്റേതായ ഭാഷയിൽ ടൈപ്പ് ചെയ്ത് തിരിച്ചയക്കുന്നതിനാണ് സ്ക്രൈബിംഗ് എന്ന് പറയുന്നത്. ട്രാൻസ്ക്രിപ്ഷൻ അവിടെ വ്യത്യാസമുണ്ട്. ട്രാൻസ്ക്രിപ്ഷനിൽ ഈ ഗൂഗിൾ ക്ലാസ്സോ വീഡിയോ ആവശ്യമില്ല, ഓഡിയോ മാത്രമാണ്. ഞാൻ ഡിഗ്രി BSc സുവോളജി കഴിഞ്ഞിട്ടാണ് മെഡിക്കൽ കോഡിംഗ് കോഴ്സ് എടുത്തത്. അപ്പോൾ നല്ല ക്ലാസ്സാണ്. ഞങ്ങൾക്ക് ഒരുപാട് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ഒക്കെ തരാറുണ്ട്. പഠിക്കാനും എളുപ്പമാണ്. മെഡിക്കൽ കോഡിംഗ് പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്ക് AAPCയുടെ അണ്ടറിൽ വരുന്ന സർട്ടിഫൈഡ് പ്രൊഫഷണൽ കോഡർ സർട്ടിഫിക്കറ്റ് നേടാവുന്നതാണ്. മെഡിക്കൽ കോഡിൻ്റെ കരിയർ സാധ്യത ഹോസ്പിറ്റലിൽ മാത്രം ഒതുങ്ങുന്നതല്ല. ഹെൽത്ത് കെയർ BPOകളിലും IT കമ്പനികളിലും ഉയർന്ന ശമ്പളത്തോടുകൂടി നിങ്ങൾക്ക് ജോലി ലഭിക്കുന്നതാണ്. ഡെയിലി ഒരു 2 മണിക്കൂർ നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്യാൻ തയ്യാറാണോ മെഡിക്കൽ കോഡിംഗ് പഠിക്കാൻ? എങ്കിൽ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ, അതായത് 100 ദിവസം കൊണ്ട് തന്നെ ഹോസ്പിറ്റലുകളിലും MNCകളിലും വളരെ സ്കിൽ ബേസ്ഡ് ആയിട്ടുള്ള മെഡിക്കൽ കോഡറായിട്ട് MNCകളിലും ഗൾഫ് കൺട്രീസിലുമൊക്കെ ഉയർന്ന ശമ്പളത്തോടുകൂടി ജോലി ലഭിക്കുന്നതാണ്. IP കോഡിംഗ്, OP കോഡിംഗ്, ക്ലെയിം സബ്മിഷൻ ഓഫീസർ എന്നീ വേക്കൻസികളിലേക്ക് കുറേയധികം നോട്ടിഫിക്കേഷൻസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിൽ തന്നെ കുറേ കുട്ടികൾ പ്ലേസ്ഡ് ആവുന്നതുകൊണ്ട് അത് വർഷം അവിടെ വർക്ക് ചെയ്തു 2 വർഷം കഴിഞ്ഞാൽ തന്നെ കുറേ കുട്ടികൾ പുറത്തേക്കുള്ള ജോലി സാധ്യതകൾ തന്നെ അവർക്ക് തുറന്നു വരികയാണ് ചെയ്യുന്നത്. മെഡിക്കൽ കോഡിങ്ങിലാണ് നമുക്ക് അത്രയും വേക്കൻസീസ് ഒരു മാസം തന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സർട്ടിഫൈഡ് ആൻഡ് ഇൻഡസ്ട്രിയൽ എക്സ്പേർട്സ് ട്രെയിനിങ് നടത്തുന്നത് വഴി നമ്മുടെ കാൻഡിഡേറ്റ്സ് ഇൻഡസ്ട്രിയൽ സോഫ്റ്റ്വെയർസാണ് നമ്മുടെ ലബോറട്ടറി സെഷൻസിൽ പ്രാക്ടീസ് ചെയ്യുന്നത്. ജോലിയോടൊപ്പം ഈ ഒരു പ്രാക്ടിക്കൽ സെക്ഷൻസിൻ്റെ ഗുണം കിട്ടുന്നത് കാരണം അവരുടെ കരിയർ ഗ്രോത്തും ഇൻഡസ്ട്രീസ് വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്മുടെ ഈ കോഴ്സുകൾ പ്രമുഖ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ആഡ് ഓൺ കോഴ്സായിട്ട് നമ്മൾ നടത്തി വരാറുണ്ട്. നമ്മുടെ ട്രെയിനിങ് ടീം എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ വിസിറ്റ് ചെയ്യുകയും അവിടെ നിന്നും കാൻഡിഡേറ്റ്സിനെ ട്രെയിനിങ് പൂർത്തിയാക്കുകയും സർട്ടിഫിക്കേഷൻ ഇഷ്യൂ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പഠനത്തിനൊപ്പം ഒരു മികച്ച തൊഴിൽ കൂടി ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കേന്ദ്ര തൊഴിൽ നൈപുണ്യ സംരംഭകത്വ വികസന മന്ത്രാലയം NSTCയുടെ അംഗീകാരത്തോടെ വിവിധ തൊഴിലുകളിൽ നൈപുണ്യ പരിശീലനം ലഭ്യമാക്കുന്നത്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നിവയിലും വിവിധ ട്രെയിനിംഗ് പാർട്ട്ണർമാർ വഴി പരിശീലനം നൽകി വരുന്നു. हमारे पास
दुनिया को जो वर्कफोर्स की जरूरत पड़ने वाली है, हम लिख करके रखे, आने वाले दशकों में विश्व को सबसे ज्यादा वर्कफोर्स अगर कहीं से मिलेगा तो हिंदुस्तान से मिलेगा। हमें ये विश्व की जो आवश्यकताएं हैं, एक बहुत बड़ा जॉब मार्केट है, उस जॉब मार्केट को वैज्ञानिक तरीके से अध्ययन करके हमने अपने लोगों को तैयार करना। 2020 നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി പ്രകാരം നൈപുണ്യ കോഴ്സുകൾ ചെയ്യുന്നവർക്ക് കോഴ്സിനോടൊപ്പം തന്നെ ഒരു ക്രെഡിറ്റ് പോയിന്റ് കൂടി ലഭ്യമാകുന്നതാണ്. അതുപ്രകാരം ട്രാൻസോസിലെ ഓരോ കോഴ്സുകൾക്കും വിവിധ ക്രെഡിറ്റുകൾ ഉണ്ടായിരിക്കുന്നതാണ്. ഈ ഒരു ക്രെഡിറ്റ് പോയിന്റിൻ്റെ പ്രത്യേകത എന്തെന്നാൽ വിദ്യാർത്ഥികൾ ഉപരിപഠനത്തിനായിട്ട് പോകുന്ന സമയത്ത്, അതായത് ഡിഗ്രി, PG തുടങ്ങിയ കോഴ്സുകൾക്കായിട്ട് പോകുന്ന സമയത്ത് വിദ്യാർത്ഥികൾക്ക് ഈ നൈപുണ്യ കോഴ്സുകൾ പഠിച്ചതിലൂടെ കിട്ടുന്ന ക്രെഡിറ്റുകൾ അവിടെ ഉപയോഗിക്കാവുന്നതാണ്. ഉദാഹരണത്തിനായി പറയുകയാണെങ്കിൽ ട്രാൻസോസിൽ 17 മുതൽ 40 ക്രെഡിറ്റുകൾ വരെയാണ് ട്രാൻസോസിൻ്റെ കോഴ്സുകളിലൂടെ വിദ്യാർത്ഥികൾക്ക് ലഭ്യമാകുന്നത്. അതിൽ 40 ക്രെഡിറ്റ് ഉണ്ടെങ്കിൽ ഒരു വിദ്യാർത്ഥിക്ക് ഡിഗ്രി കോഴ്സിനായി ചേരുമ്പോൾ ആദ്യ വർഷം ഒഴിവാക്കി രണ്ടാമത്തെ വർഷം മുതൽ ലാറ്ററൽ എൻട്രി എന്ന രീതിയിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ദ ഫീൽഡ് റിലേറ്റഡ് ടു ലീഡർഷിപ്പ്, മാനേജ്മെൻറ്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഹോസ്പിറ്റൽ ആൻഡ് ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ 8 മന്താണ് കോഴ്സ് വരുന്നത്. 6 മന്ത് ക്ലാസ്സും 2 മന്ത് ഇൻറ്റേൺഷിപ്പുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. 6 മന്ത് ക്ലാസ്സിൽ ഫസ്റ്റ് മന്ത് അനാറ്റമിയാണ് പോകുന്നത്. അതിനുശേഷം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ബേസിക് ഉണ്ട്, അഡ്വാൻസ് ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്, ടൈപ്പിംഗ്, ഒപ്പം ടെക്നിക്കൽ സ്കില്ലായിട്ടുള്ള സോഫ്റ്റ്വെയറും കൂടെ കഴിഞ്ഞിട്ടാണ് 6 മന്ത് ക്ലാസ് കഴിയുന്നത്. അതിനുശേഷം 2 മന്ത് റെപ്യൂട്ടഡ് ഹോസ്പിറ്റൽസിൽ ഇൻറ്റേൺഷിപ്പായിട്ട് പ്രൊവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. NSDC സിലബസ് ആണ് ഫോളോ ചെയ്യുന്നത്. സർട്ടിഫിക്കേഷനും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നാണ് നാഷണൽ സ്കിൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ സർട്ടിഫിക്കറ്റ്സ് ആണ് ഇവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നത്. സാധാരണ നമ്മൾ ഒരു കോഴ്സ് ചെയ്യുമ്പോൾ ഒരു പെർട്ടിക്കുലർ ഒരു ഫീൽഡിൽ മാത്രമാണ് നമുക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളൂ. പക്ഷേ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേരിയസ് ജോബ് പ്ലേസിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാനും ജോബ് കിട്ടാനും സാധ്യതയുള്ള ഒരു കോഴ്സ് തന്നെയാണ്. ഹോസ്പിറ്റൽസിൽ നോൺ മെഡിക്കൽ ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. റിസപ്ഷനിസ്റ്റായിട്ട് വർക്ക് ചെയ്യാം, ഇൻഷുറൻസ് ഡിപ്പാർട്ട്മെൻറ്റ്, മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെൻറ്റ്, HR, PRO, ക്വാളിറ്റി അഷ്വറൻസ് സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യാം. അങ്ങനെ എൻറ്റയർ ഒത്തിരി ഫീൽഡ്സ് ഓപ്പർച്യൂണിറ്റീസ് ആണ് ഈ ഒരു കോഴ്സ് കഴിഞ്ഞാൽ കാത്തിരിക്കുന്നത്. ജോലി കിട്ടാൻ സാധ്യതയുള്ള ഒരു സ്കോപ്പായതുകൊണ്ടാണ് ഇത് തിരഞ്ഞെടുത്തത്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഹോസ്പിറ്റലിൽ ഏറ്റവും കൂടുതൽ ജോലി സാധ്യതയുള്ള ഫീൽഡാണ്. റിസപ്ഷൻ തൊട്ട് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ വരെയുള്ള സ്റ്റാഫുകൾക്ക് ജോലി കിട്ടുന്ന ഒരു ഫീൽഡും കൂടെയാണ്. കോഴ്സിനോടൊപ്പം തന്നെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ക്ലാസ്സുകളും ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇൻ്റർവ്യൂ എങ്ങനെ ഫേസ് ചെയ്യാമെന്നുള്ള കുറേ മോക്ക് ഇൻ്റർവ്യൂസൊക്കെ കഴിഞ്ഞിട്ടാണ് ഇവിടെ നിന്ന് ക്ലാസ് ഫിനിഷായി സ്റ്റുഡൻസ് പോകുന്നത്. ക്ലാസ് തുടങ്ങിയിട്ട് വളരെ നല്ലൊരു എക്സ്പീരിയൻസാണ് കിട്ടിയത്. ട്രെയിനേഴ്സൊക്കെ വളരെയധികം സപ്പോർട്ടീവാണ്. സീനിയേഴ്സിനൊക്കെ നമുക്ക് ഒരുപാട് പ്ലേസ്മെൻറ്റ്സൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. മിനിമം +2 ക്വാളിഫിക്കേഷൻ ആണ് ഇവിടെ ഉള്ളത്. എന്നാൽ ഇവിടുത്തെ സ്റ്റുഡൻസ് PG ക്വാളിഫൈഡ് ആയിട്ടുള്ള സ്റ്റുഡൻസും നമ്മുടെ ഈ ഒരു കോഴ്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏതൊരു സ്റ്റുഡൻറ്റ് വന്നാലും, +2 ബേസ് ഉള്ള ഏതൊരു സ്റ്റുഡൻറ്റ് വന്നാലും എളുപ്പത്തിൽ നമുക്ക് പഠിച്ചിറങ്ങാം. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സിന് ഹെൽത്ത് ഇൻഫർമേഷൻ സിസ്റ്റം സോഫ്റ്റ്വെയർ ട്രെയിനിങ്ങും സോഫ്റ്റ്വെയർ സർട്ടിഫിക്കറ്റ്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. AI ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ള കോഴ്സാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. 6 മന്ത് കോഴ്സാണ് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലുള്ളത്. 6 മന്തിൽ 3 മാസം പ്രാക്ടിക്കൽ സെക്ഷനും 3 മാസം ഇൻറ്റേൺഷിപ്പുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഏത് ഡിഗ്രി വേണം ഡിജിറ്റൽ മാർക്കറ്റിംഗ് ജോയിൻ ചെയ്യാം എന്നുള്ളൊരു ക്രൈറ്റീരിയ നമുക്കില്ല. +2 ബേസ് ഉള്ളവർക്കും ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന് ജോയിൻ ചെയ്യാം. വളരെയധികം ജോലി സാധ്യതകളുള്ള ഒരു കോഴ്സാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സ് ഗൂഗിൾ ആഡ്സ്, SEO, SMM, കണ്ടന്റ് മാർക്കറ്റിംഗ്, ഇമെയിൽ മാർക്കറ്റിംഗ്, അതുപോലെ തന്നെ UI ഡിസൈനിങ് ലൈക്ക് വെബ് ഡിസൈനിങ് ഇതാണ്. അതുപോലെ തന്നെ തിയററ്റിക്കൽ ക്ലാസ്സസും ഇൻറ്റേൺഷിപ്പും പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ക്ലാസ്സസുമാണ് പ്രൊവൈഡ് ചെയ്തത്.
ഈ കോഴ്സിനും നമ്മൾ NSDCയുടെ സർട്ടിഫിക്കറ്റ് തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിൻ്റെ ജോലി സാധ്യതകൾ എന്ന് പറയുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫീൽഡിൽ മാത്രമാണെന്നില്ല. സ്വന്തമായിട്ട് ബിസിനസ് ഉള്ളവർക്കും സ്വന്തം ബിസിനസ് പ്രൊമോട്ട് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്കും ഒരു പ്രൊഡക്റ്റ് സെയിൽ ചെയ്യാൻ താല്പര്യമുള്ളവർക്കും ഹോം മെയ്ഡായിട്ട് ചെയ്യുന്ന ബിസിനസ്സുകളും എല്ലാം നമുക്ക് പ്രൊമോട്ട് ചെയ്യാം. എല്ലാം ഓൺലൈൻ ത്രൂ ആണെങ്കിലും ആപ്ലിക്കേഷൻ ത്രൂ ആണെങ്കിലും വെബ്സൈറ്റ് ത്രൂ ആണെങ്കിലും പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. ഇങ്ങനത്തെയുള്ളൊരു പ്രൊമോഷൻ AI എനേബിൾഡ് ആയിട്ട് പഠിപ്പിക്കുന്നതാണ് നമ്മുടെ കോഴ്സ് AI എനേബിൾഡ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഓരോ കോഴ്സും ഇവിടെ പൂർത്തിയാക്കുമ്പോൾ വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റ് മാത്രമല്ല അതിലുപരിയായി ഇൻറ്റേൺഷിപ്പ് അതുപോലെ തന്നെ പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻസും ഇൻ്റർനാഷണൽ കോഴ്സുകൾക്കാണ് ഇൻറ്റേൺഷിപ്പ് പ്രൊവൈഡ് ചെയ്തു വരുന്നത്. കുട്ടികൾക്ക് പഠനം കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇൻറ്റേൺഷിപ്പിനായി ഹോസ്പിറ്റലുകളിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഓരോ കുട്ടികളും ഇൻറ്റേൺഷിപ്പ് കഴിഞ്ഞ ഉടൻ തന്നെ അതത് ഹോസ്പിറ്റലുകളിൽ പ്ലേസ്ഡ് ആവുകയും ചെയ്തിട്ടുണ്ട്. രാജ്യത്തുടനീളമായി യുവതീ-യുവാക്കളെ വാർത്തെടുത്ത് നല്ലൊരു തൊഴിലേക്ക് എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടിയുള്ള NSDCയുടെ പദ്ധതി പ്രകാരമാണ് ട്രാൻസോസിൻ്റെ എല്ലാ കോഴ്സുകളും നടത്തിപ്പെടുന്നത്. ഇതിലൂടെ സ്കിൽ ഇന്ത്യ എന്നുള്ള പദ്ധതിക്ക് മികച്ച പിന്തുണ നൽകുന്നു. आज भारत में नॉलेज और स्किल दोनों में जो अंतर है उसे समझते हुए ही काम हो रहा है. स्किल इंडिया मिशन इसी सोच के साथ शुरू किया गया था. इसका मकसद यही था कि यूथ को नॉलेज के साथ ही स्किल भी मिले, कौशल भी मिले. വിദഗ്ധരടങ്ങിയ തൊഴിൽ സേന തന്നെയാണ് രാഷ്ട്രവികസനത്തിൻ്റെ കരുത്ത്. അതത് തൊഴിലുകളിൽ പരിശീലനം നൽകിക്കൊണ്ട് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കി വരുന്ന ഇത്തരം പദ്ധതികൾ നമ്മൾ പരമാവധി പ്രയോജനപ്പെടുത്തുക. നിങ്ങളുടെ തൊട്ടടുത്തുള്ള കേന്ദ്ര സർക്കാർ അംഗീകൃത പരിശീലന കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതത് തൊഴിലുകളിൽ വിദഗ്ധ പരിശീലനം നേടാവുന്നതാണ്. ജനക്ഷേമത്തിൻ്റെ ഈ അധ്യായം സമാപിക്കുന്നു. മറ്റൊരു ജനോപകാരപ്രദമായ പദ്ധതിയുടെ വിശദാംശങ്ങളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്തേ.